ആശമാർക്ക് കെണി ഒരുക്കിയവരെ ഒന്നും കണി കാണാനില്ലാതെയായി. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തെരുവോരത്ത് കണി ഒരുക്കി വിഷുക്കണി കണ്ടു. കൂടെ നിന്നിരുന്നവരും ഏറ്റുപാടിയവരും ഒക്കെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ആശാ തൊഴിലാളികൾ എന്ന് അവകാശപ്പെടുന്നവർക്കും ആദ്യത്തെ ശൗര്യമൊക്കെ നന്നായി ആർത്തവത്തു. പിണറായിയെ തെറി വിളിക്കേണ്ട വീണ ജോർജിനെ പറ്റി ഒരു പരാതിയുമില്ല. ആകെയുള്ളത് ഇപ്പോൾ അപേക്ഷ മാത്രമാണ്. എത്രയും പെട്ടെന്ന് പിണറായി കണ്ണു തുറക്കണം, കണ്ണു തുറന്ന് ഞങ്ങളെ വീട്ടിൽ വിടണം. പറയുന്നത് കേട്ടിട്ട് പിണറായിയുടെ കണ്ണിനുള്ളിൽ ഇവരെ തടവിൽ പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നരുത്. ഇപ്പോഴും സംസ്ഥാന സർക്കാരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ആനുകൂല്യം അനുവദിച്ചു നൽകാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരു സർക്കാർ തെരഞ്ഞെടുപ്പൊക്കെ ഇനി വളരെ വൈകാതെ വരുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വലിയ പിടിവാശിക്ക് നിൽക്കുമായിരുന്നില്ല എന്നത് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും. ഇടതുപക്ഷത്തിനും BJP പ്രവർത്തകർക്കും മുതലെടുക്കാൻ ഒരു സാഹചര്യം ഒരു തലത്തിലും ഇത് സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ട, സംസ്ഥാന സർക്കാരിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്ന വിഷയമായിരുന്നെങ്കിൽ പിണറായി സർക്കാർ ഒരുക്കില്ലായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ എല്ലാ ആശാ തൊഴിലാളികൾക്കും അപേക്ഷയുടെ സ്വരമാണ്. 2 മാസത്തിനപ്പുറം ഇത്രയൊക്കെ പറഞ്ഞിട്ടും 5 പ്രാവശ്യം ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിനെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒരു കാര്യവും അംഗീകരിച്ചു തരാൻ തയ്യാറല്ല എന്ന് വ്യക്തമായി അറുത്തു മുറിച്ചു പറഞ്ഞിട്ടും സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാൻ ഒരു തരത്തിലും തയ്യാറാക്കാതിരുന്ന ആശമാർക്കാണിപ്പോൾ അനുനയത്തിന്റെ ഭാഷ. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സമരം അവസാനിപ്പിച്ചു പോകണമെന്നുള്ള ചിന്ത ആശമാർക്കും വേണ്ടേ എന്നും ഇനി ഒന്നും സർക്കാരിന് ചെയ്യാനില്ല എന്നും വ്യക്തമായി പറഞ്ഞിട്ടും ആശമാർക്ക് വാശിയും ദേഷ്യവും ഇല്ല. പകരം അപേക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ വ്യക്തമാകും. അതിലൊന്ന്, സമരം ചെയ്ത ആശമാർക്ക് മടുത്തു കഴിഞ്ഞു. ഇല്ലാത്തൊരു കാര്യത്തിനാണ് സമരം ചെയ്യുന്നതെന്ന ബോധ്യം അവരുടെ ഉള്ളിലെങ്കിലും കുറഞ്ഞപക്ഷം ഉണ്ടാകുമല്ലോ. 2, ഇങ്ങനെ പോയാൽ സമരം അവസാനിപ്പിച്ച് നാണം കെട്ട് പോകേണ്ടി വരും. അല്ലാതെ സർക്കാർ ഇനി ഒന്നും തരാനില്ലാത്ത സ്ഥിതിക്ക് ഒരു സമവായത്തിനും തയ്യാറാവില്ല എന്ന കാര്യം ഉറപ്പായി. പിന്നെ 10-60 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്ര കണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയതല്ലേ? സംസ്ഥാന സർക്കാരിനെ അറിയാവുന്ന തെറി ഭാഷകളൊക്കെ വിളിച്ചതുമല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റു എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് എഴുന്നേറ്റ് പോകുന്നത് അത്ര അഭിമാനമുള്ള ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് ഇനി വേണ്ടത് സർക്കാർ ഒരു ചർച്ചയ്ക്ക് കൂടി വിളിച്ച് എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരാമെന്ന് പറയണം. അപ്പോൾ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോകണം. എല്ലാ ദിവസവും വൈകുന്നേരം മുടങ്ങാതെ അവനവന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന മിനിക്കും മറ്റു മുൻനിര നേതാവ് കളിക്കുന്നവർക്കുമൊക്കെ വിഷുവായിട്ട് കാര്യമായിട്ട് വിഷു കൈനീട്ടം അണിയറയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ 2ാം തരത്തിൽ നിൽക്കുന്ന യഥാർത്ഥ ആശമാരുടെ കാര്യമാണ് കഷ്ടം. ഇനിയെങ്കിലും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം ഗൂഢാലോചനയ്ക്ക് നിന്നു കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ ഏതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനോടും പറയാൻ